ഹലോ, എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് ഞാൻ ഒരു നാരങ്ങ കറി വെക്കാൻ പോകട്ടോ. അതിന് തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, അരച്ചിട്ടില്ല. അപ്പോൾ ഇത് വടുകപ്പുളി നാരങ്ങ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ചധികം തന്നെ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഈ ചുമന്നുള്ളി പച്ചമുളകും ഒക്കെ ഇങ്ങടെയൊക്കെ ഒന്ന് വരട്ടി നമുക്ക് ഈ വടുകപ്പുളി നാരങ്ങ അസലായിട്ടൊരു കറി വയ്ക്കാം. ഓണല്ലേ വന്നെ, ഓണത്തിന് ഇഞ്ചിപ്പുളി, നാരങ്ങ അച്ചാറ് ഇതൊക്കെ ഇല്ലാതെ നമുക്കൊരു ഓണം കൂടാൻ പറ്റില്ല. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ കുരു എല്ലാം കളഞ്ഞു നിൽക്കട്ടെ കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. പെട്ടെന്ന് തയ്യാറാക്കാന്ന് പറഞ്ഞാൽ പിടിയുന്നു. ഇത് വാടി വരേണ്ട സമയം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അല്പം വാളംപുളി പിഴിയണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നാരങ്ങയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തു കണ്ടോ. ഉള്ളി ഇത് കുറച്ച് ഏതാനും ഉള്ളി ഉണ്ട് കേട്ടോ. ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഉള്ളി വേണം. നാരങ്ങയുടെ കുരു എല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. കുരു ഇരുന്നാലാണ് കഴിക്കണത്. പക്ഷേ നല്ല പുളിയുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയും വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. തേങ്ങ ഞാൻ വറുത്തര തീർന്നിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ പുളി അരിച്ചൊഴിക്കണം. കടുകിട്ട് കൊടുക്കാം. ഇവിടെ ഉണ്ടല്ലോ നാരങ്ങക്കറി വെച്ച നാരങ്ങ, ഇഞ്ചി, ഉള്ളി, പാവയ്ക്ക ഈ കറികളെല്ലാം അച്ഛൻ കൂട്ടും. സാമ്പാർ, അവിയൽ തൊട്ട് നോക്കൂല. സാമ്പാർ അവിയലും വേണ്ട പുള്ളിക്ക്. സാമ്പാർ കൂട്ടില്ല, അവിയൽ കൂട്ടില്ല, പുഴുക്ക് കൂട്ടൂല, അങ്ങനെ ഒരു കറികളും കൂട്ടൂല. ഈ കറികളെല്ലാം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കടുകൊന്ന് പൊട്ടി വരട്ടെ. പുളി മുളകിട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി അരിഞ്ഞ് വെച്ചാൽ ഉള്ളി വട്ടത്തിലരിഞ്ഞ് ഉരുണ്ടിരിക്കുന്ന ഉള്ളി ഞാൻ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓണമൊക്കെ എവിടം വരെയായി? നിങ്ങളുടെ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണോ? ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് തീരാറായി. ആവശ്യത്തിന്. നമുക്കിതൊക്കെ കയ്യളവാട്ടോ. കയ്യളവെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത്ര സാധനത്തിന് ഇത്ര വേണമെന്നുള്ള ഇത് കണ്ടാണ് നമ്മൾ ഇത് പഠിച്ചേക്കണേ. എല്ലാവരും അങ്ങനെയൊക്കെയാണോ ചെയ്യണേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൃത്യത്തിന് ഇത്ര സാധനത്തിന് ഇത്ര വേണമെന്നുള്ളത് നമുക്കറിയാലോ. അത് ഉള്ളി ഇത്ര, ഇഞ്ചി ഇത്ര, പച്ചമുളക് ഇത്ര, വെളുത്തുള്ളി എടുത്ത, ചുമന്നുള്ളി, അങ്ങനെ കണക്കുകൾ നമുക്ക് ഉണ്ട് ഏകദേശം. അങ്ങനെ ഒരു കണക്ക് നോക്കിയാണ് ഞാൻ ചെയ്യാറ്. ഇത് നാരങ്ങയുടെ അത്രയും തന്നെ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി നമുക്ക് ശരിക്കും വാട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളി പിന്നൊന്നും ഉണ്ടാവില്ല. നാരങ്ങ പെട്ടെന്ന് വേവും. വറുത്തരയിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്താണ് ഞാൻ വറുത്തരച്ചേക്കണേ. അപ്പം ഇനി ഇതിനകത്ത് മുളകധികം ചേർക്കണില്ല. പിന്നെ എരിവിന് ആവശ്യത്തിനൊരു പച്ചമുളക് വട്ടം മുറിച്ചിട്ടിട്ടുണ്ട്. 2-3 ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വരണ്ട് വന്നിട്ട് കാണാം. ഉള്ളി നല്ല ഗോൾഡൻ നിറായി. അപ്പം നമുക്ക് ഈ സമയത്ത് വേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ.
നാരങ്ങ പെട്ടെന്ന് വേവും കേട്ടോ. അടച്ച് വെച്ച് വേവിക്കാനൊന്നുമില്ല, പെട്ടെന്ന് വേവും. ഉണ്ടോ? കളറിന് വേണമെങ്കിൽ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്തരയിൽ നല്ലോണം മുളക് ഇട്ടിട്ടുണ്ട്, മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. എരിവ് അത് മതി, ചേർത്ത ഞാൻ അരച്ചേക്കണം. അപ്പൊ പിന്നെ അത് ഇത്രയും നേരം നല്ല വെയിലായിരുന്നു കേട്ടോ. കണ്ടോ? ആ പച്ചത്തൊലി എല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. പച്ചയല്ല, മഞ്ഞ. അപ്പൊ അതാ ഞാൻ പറഞ്ഞേ, ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല എന്ന്. നമുക്ക് വറുത്തര ഇട്ട് കൊടുക്കാം. കാറ്റും അതുണ്ട്, വെള്ളം കയറാനാന്ന് കാരണന്മാര് പറയും. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇത് അത്യാവശ്യം വലിയ സ്പൂണാണ്, 2 സ്പൂൺ വറുത്തര ഇട്ട് കൊടുക്കാം. വറുത്തര കിടന്നൊന്ന് വരട്ടെ. നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം അത് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം കൊണ്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എന്നെ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ? സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, പെട്ടെന്ന് തന്നെ തയ്യാറായില്ലേ, ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൂടെ പുളിവെള്ളം ആവശ്യത്തിന്. നോക്കട്ടെ എന്തോരം വേണമെന്നുള്ളത് ചേർത്തിട്ടേ ഞാൻ ഒഴിക്കുള്ളൂ. കയ്പില്ല കേട്ടോ. എരിവുണ്ട്. ഉപ്പിൻ്റെ പോരായ്മയുണ്ട്, ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോ അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ നാരങ്ങക്കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ, കാരണം ഇത് അത്യാവശ്യം കുറുകി തന്നെ ഇരിക്കണം, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. സൂപ്പർ, ഒട്ടും തന്നെ കയ്പില്ല. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. തിളച്ചു. കാരണം ഉണ്ടല്ലോ, ഈ പാത്രം അലൂമിനിയം ആയത് കാരണം നമുക്കത് മാറ്റാതെ പറ്റില്ല. കണ്ടോ? പെട്ടെന്ന് തന്നെ നമ്മളുടെ നാരങ്ങക്കറി ഇവിടെ റെഡിയായി. നോക്കൂ, സൂപ്പർ അല്ലേന്ന്? കണ്ടോ? അടിപൊളി. ഇനി നാളെ എനിക്ക് ഇഞ്ചിക്കറി വെക്കണം. നാളെ ഞാൻ ഇഞ്ചിക്കറി വെക്കണമെന്ന് 2 ദിവസം മുന്നേ പറഞ്ഞു, പക്ഷെ ഇഞ്ചിക്കറി അന്ന് വെക്കാൻ പറ്റില്ല. നാളെ ഇഞ്ചിക്കറി വെക്കും. പിന്നെ ഓലൻ, അങ്ങനെയുള്ള കറികളൊക്കെ വെക്കണം.
കണ്ടോ, അടിപൊളി. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിന് എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ. ഹാപ്പി ഓണം കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ഓണം. ബായ്. ചൂടിന് ചോറെടുത്തോ ഉണ്ടോ?